മുല്ലപ്പെരിയാർ അണക്കെട്ട് തുറക്കും. ജലനിരപ്പ് 138.25 അടി ആയതിനെ തുടർന്നാണ് സ്പിൽവേ ഷട്ടറുകൾ ഉയർത്തുന്നത്. പരമാവധി 10,000 ക്യൂസെക്സ് വെള്ളം പെരിയാറിലേക്ക് ഒഴുക്കാനാണ് തീരുമാനം. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഉടൻ പ്രിൻസ് ജെയിംസ് നമുക്കൊപ്പം ചേരും. മുല്ലപ്പെരിയാർ അണക്കെട്ട് തുറക്കുകയാണ്. ജലനിരപ്പ് 138.25 അടി ആയതിനെ തുടർന്നാണ് സ്പിൽവേ ഷട്ടറുകൾ ഉയർത്തുന്നത്. പരമാവധി 10,000 ക്യൂസെക്സ് വെള്ളം പെരിയാറിലേക്ക് ഒഴുക്കാനാണ് തീരുമാനം. പ്രിൻസ് ജെയിംസ് ചേരുകയാണ്. പ്രിൻസ്, ശക്തമായ മഴയുടെ പശ്ചാത്തലത്തിൽ ഇത്തരത്തിൽ മുല്ലപ്പെരിയാറിന്റെ ഷട്ടറുകൾ ഉയർത്തുകയാണ്. എങ്ങനെയാണ് കൂടുതൽ വിവരങ്ങൾ? കഴിഞ്ഞ മണിക്കൂറുകളിൽ, അതായത് 2 ദിവസമായി പെയ്യുന്ന ശക്തമായ മഴയെ തുടർന്ന് വലിയ നീരൊഴുക്കാണ് ജലാശയത്തിലേക്കുള്ളത്. വലിയ തോതിൽ വെള്ളം ജലാശയത്തിലേക്ക് ഒഴുകിയെത്തുന്നു. ക്രമാതീതമായി വെള്ളം ഒഴുകിയെത്തുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ അണക്കെട്ട് സ്പിൽവേ ഷട്ടർ നിർത്തുന്നുള്ള തീരുമാനം തമിഴ്നാട് കൈക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ തന്നെ 2 മുന്നറിയിപ്പുകൾ ഇവിടെ മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു. 10 മണി മുതൽ സ്പിൽവേ ഷട്ടർ ഉയർത്തി ഘട്ടം ഘട്ടമായി ഉയർത്തി 10,000 ക്യൂസെക്സ് വെള്ളം വരെ സെക്കൻഡിൽ പുറത്തേക്ക് കൊടുക്കാനുള്ള ഒരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. നിലവിലത്തെ സാഹചര്യത്തിൽ രാവിലെ 10 മണിയോടെ സ്പിൽവേ ഷട്ടർ ഉയർത്തുമെന്നുള്ള ഒരു അറിയിപ്പാണ് ഇന്നലെ നൽകിയിരുന്നത്. അതിനുള്ള നടപടികളാണ് ആരംഭിച്ചിരിക്കുന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും പെരിയാറിന്റെ തീരങ്ങളിൽ കഴിയുന്നവരോട് ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. 10,000 ക്യൂസെക്സോളം വെള്ളം പെരിയാറിലൂടെ ഒഴുക്കിവിടാനുള്ള ഒരു തീരുമാനമാണ്, സെക്കൻഡിൽ ഒഴുക്കിവിടുന്ന തീരുമാനത്തിലാണ് തമിഴ്നാട് എത്തിയിരിക്കുന്നത്. അതിനാൽ ജനങ്ങൾ ജാഗരൂകരായിരിക്കണമെന്നും ജാഗ്രത പാലിക്കണമെന്നും പെരിയാർ തീരങ്ങളിലുള്ളവരുടെ നിർദ്ദേശം നൽകിയിരിക്കുന്നു. എന്തായാലും കഴിഞ്ഞ രാത്രികളിലൊക്കെ കഴിഞ്ഞ 2 ദിവസം മുൻപുണ്ടായ ശക്തമായ മഴയിൽ വലിയ തോതിൽ മുല്ലപ്പെരിയാറിലേക്ക് വെള്ളം ഒഴുകിയെത്തുന്ന സാഹചര്യം. 12,000-ലധികം ക്യൂസെക്സ് വെള്ളം സെക്കൻഡിൽ ഈ പെരിയാർ ജലാശയത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുന്നത്. അതേസമയം തമിഴ്നാടിന് കൊണ്ടുപോകുന്ന ടണൽമാർഗം കൊണ്ടുപോകുന്ന അളവ് വലിയ തോതിൽ വർദ്ധിപ്പിക്കാൻ സാധിച്ചിട്ടില്ല. പ്രത്യേകിച്ചും തമിഴ്നാട് മേഖലയിലും മഴ തുടരുന്നതിനാൽ വലിയ തോതിൽ പാലം വഴിയൊക്കെ കൂടുതലായി വെള്ളം കൊണ്ടുപോകാനുള്ള സാഹചര്യമില്ല. അതുകൊണ്ട് തന്നെയാണ് കൂടുതലായി വെള്ളം പെരിയാറിലേക്ക് എടുക്കാനുള്ള തീരുമാനത്തിലേക്ക് തമിഴ്നാട് എത്തിയിരിക്കുന്നത്. പ്രിൻസ്, തമിഴ്നാട് മേഖലയിൽ ഇപ്പോഴും ശക്തമായ മഴ തുടരുന്ന ഒരു സാഹചര്യമാണോ? എങ്ങനെയാണ് അതിന്റെ വിശദാംശങ്ങൾ കൂടി? ഇന്ന് അതിർത്തി മേഖലയിൽ, പ്രത്യേകിച്ചും ഹൈറേഞ്ചിലെ അതിർത്തി മേഖലയിലൊക്കെ തമിഴ്നാടോട് ചേർന്ന പ്രദേശങ്ങൾക്ക് മഴയ്ക്ക് നേരിയ ശമനമുണ്ട്. അതായത് മുല്ലപ്പെരിയാർ അണക്കെട്ടിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങൾക്ക് മഴയ്ക്ക് നേരിയ ശമനമുണ്ട്. എങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ മഴ പെയ്തിരുന്നു. പ്രത്യേകിച്ചും 2 ദിവസം മുൻപ് തന്നെ അതിശക്തമായ മഴ ലഭിക്കുകയും ഈ പ്രദേശങ്ങളിലൊക്കെ വെള്ളം നിറയുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ വെള്ളം ഇപ്പോൾ വലിയ തോതിൽ ടണൽ മാർഗം കൊണ്ടുപോകുന്നതിനപ്പുറം എസിൽ പാലം വഴി കൂടുതൽ വെള്ളം കൊണ്ടുപോകുന്ന സാഹചര്യം നിലവിലില്ല എന്ന സാധ്യതയുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അണക്കെട്ട് തുറക്കേണ്ട ഒരു സാഹചര്യം. സ്പിൽവേ ഷട്ടർ ഉയർത്തി വെള്ളം പുറത്തേക്ക് ഒഴുകേണ്ട ഒരു സാഹചര്യം. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ 12,000 ക്യൂസെക്സിലധികം വെള്ളമാണ് ഈ അണക്കെട്ടിലേക്ക് സെക്കൻഡിൽ ഒഴുകി എത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നത്. അതിശക്തമായ നീരൊഴുക്ക് ഈ ജലാശയത്തിലേക്ക് ഉണ്ടാകുന്നു. വലിയ തോതിൽ വെള്ളം ഓരോ സെക്കൻഡിലും അണക്കെട്ടിലേക്ക് ഒഴുകിയെത്തുന്ന ഒരു സാഹചര്യം. 5,000-ലധികം ക്യൂസെക്സ് വെള്ളം പിന്നീട് മഴ ശക്തമായി പോയെങ്കിലും പിന്നീടും 5,000-ലധികം ക്യൂസെക്സ് വെള്ളം ഒഴുകിയെത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് വൃഷ്ടി പ്രദേശങ്ങളിൽ അതിശക്തമായ മഴയാണ് ലഭിച്ചത്. പ്രത്യേകിച്ചും പെരിയാർ വനമേഖലയിലൊക്കെ ശക്തമായ മഴ ലഭിച്ചിരുന്നു. ഇതുകൊണ്ട് തന്നെ വലിയ തോതിൽ നീരൊഴുക്ക് ഉണ്ടാകുകയും ചെയ്ത സാഹചര്യം. ഇതുകൊണ്ടാണ് പിന്നീട് തമിഴ്നാട് ഇത്തരത്തിലൊരു നടപടി അണക്കെട്ട് ജലാശയത്തിന്റെ സ്പിൽവേ ഷട്ടറുകൾ ഉയർത്തുക എന്നുള്ള നടപടിയിലേക്ക് വന്നിരിക്കുന്നത്. ഘട്ടം ഘട്ടമായി വെള്ളം സ്പിൽവേ ഷട്ടറുകൾ ഉയർത്തി 10,000 ക്യൂസെക്സ് വരെ എന്ന ഒരളവിലേക്ക് വെള്ളം തുറന്നുവിടുന്ന രീതിയിലേക്കായിരിക്കും തമിഴ്നാട് മുൻപോട്ട് പോവുക. ശരി, പ്രിൻസ് ജെയിംസ് ആണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും തമിഴ്നാട്ടിൽ ശക്തമായ മഴ തുടരുന്ന ഒരു സാഹചര്യത്തിൽ മുല്ലപ്പെരിയാർ അണക്കെട്ട് തുറക്കുകയാണ്. ജലനിരപ്പ് 138.25 അടി ആയതിനെ തുടർന്നാണ് സ്പിൽവേ ഷട്ടറുകൾ തുറക്കുന്നത്. പരമാവധി 10,000 ക്യൂസെക്സ് വെള്ളം പെരിയാറിലേക്ക് ഒഴുക്കാനാണ് തീരുമാനം. അതുകൊണ്ട് തന്നെ പെരിയാറിന്റെ തീരങ്ങളിൽ താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്.